ആദ്യം ശ്രീ CR നീലകണ്ഠൻ ആദ്യം കേട്ടപ്പോൾ എന്താണ് ഈ കെ സുരേന്ദ്രൻ പറയുന്നത് എന്ന് ഓർത്തുപോയി. പക്ഷേ ഇത് അജണ്ട കൃത്യമാണല്ലോ. ഈ സ്ഥലനാമങ്ങളുടെ നാമകരണം അത് മോദി സർക്കാർ വന്ന ശേഷം പലതവണ കണ്ടതാണ്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലും ഡൽഹിയിലും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു അജണ്ട ഇടുവാൻ BJPക്ക് എന്ത് ലക്ഷ്യമാണ് മുന്നിലുള്ളത് എന്ന ചോദ്യമാണല്ലോ രണ്ടാമതായി ഉയരുന്നത്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? സാധ്യതയിൽ എത്ര സുരേന്ദ്രൻ പക്ഷക്കാരൻ സുരേന്ദ്രൻ പോലും പറയില്ല അവിടുന്ന് MP ആകുമെന്ന്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ഒരു വിഷയം അങ്ങ് ഉന്നയിക്കുകയാണ്. ഒരു വിഷയം അങ്ങ് ഉന്നയിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിന്റെ സാമൂഹ്യ രാഷ്ട്രീയ യുക്തിയാണ്. BJP സംബന്ധിച്ചിടത്തോളം ഒരു യുക്തിയും അവരെ ബാധിക്കാറില്ല. സ്ഥലപ്പേര് ഉയർത്തുന്നതാണെങ്കിലും പള്ളി പൊളിക്കുന്നതാണെങ്കിലും വഴി വിടുന്നതാണെങ്കിലും നിരവധി കാര്യങ്ങൾ, ഞാനിപ്പോൾ ഒന്നായിട്ട് പറയുന്നില്ല. ബീഫ് തിന്നുന്ന കാര്യത്തിലാണെങ്കിലും കേരളത്തിൽ തിന്നാം, തമിഴ്നാട്ടിൽ തിന്നൂടാ, അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ തിന്നൂടാ, ഇതിനൊന്നും ലോജിക്കൊന്നുമില്ല. പക്ഷെ ഇതിന്റെ പിന്നിൽ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. ഒന്നല്ല, രണ്ട് ചതിയുണ്ട്. ഒന്നാമത്തെ കാര്യം, കേരളത്തിൽ ഇത് ഏശാനൊന്നും പോകുന്നില്ല. കേരളത്തിൽ ഇത് ഗണപതി വട്ടമോ മറ്റേ കോവിൽ വട്ടമോ ഒക്കെ ആക്കിയാലും നമ്മുടെ നാട്ടിൽ ടിപ്പു സുൽത്താന്റെ പേര് കേരളത്തിലെ ചരിത്രത്തിൽ നിന്ന് മാച്ചു കളയുക അത്ര എളുപ്പമല്ല. ഇവർക്ക് വിദേശിയായിരിക്കും ടിപ്പു സുൽത്താൻ, ഇംഗ്ലീഷുകാരായിരിക്കും ഇവരുടെ ബന്ധുക്കൾ, നമുക്കറിയില്ല. പക്ഷേ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം, കേരളീയരെ സംബന്ധിച്ചിടത്തോളം ടിപ്പു സുൽത്താൻ ഇന്ത്യയിലെ ഒരു സ്വാതന്ത്ര്യ സമര പോരാളി കൂടിയാണ് ബ്രിട്ടീഷുകാർക്കെതിരായി. അതുകൊണ്ട് ടിപ്പു സുൽത്താന്റെ പേര് മാച്ചു കളയാനുള്ള ശ്രമം എന്ന് പറയുന്നത് അതിനെ സ്വാതന്ത്ര്യ സമരത്തെ നിഷേധിക്കുന്ന ഇവരുടെ സ്ഥിരം നയമായിട്ട് നമ്മൾ കാണുന്നുള്ളൂ, അതിന്റെ രാഷ്ട്രീയം. പക്ഷേ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഇതൊരു ഇഫക്റ്റ് ഉണ്ടാക്കില്ല എന്ന് മാത്രമല്ല, അല്ലെങ്കിലും BJPക്ക് വലിയ സ്കോപ്പൊന്നും ഇവിടെയില്ല. ഇത് കാണിച്ച് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ മുസ്ലിം ലീഗിന്റെ കൊടി കാണിച്ച്, വയനാട്ടിലെ കൊടി കാണിച്ച് വടക്കേ ഇന്ത്യയിൽ വോട്ട് പിടിക്കാൻ ശ്രമിച്ച ആ എന്താ പറയാ ദൂഷിച്ച നയമുണ്ടല്ലോ, അവിടെ അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഗണപതി വട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ പല നഗരങ്ങൾക്കും പല പട്ടണങ്ങൾക്കും പല പ്രദേശങ്ങൾക്കും പല പേരുകളുമുണ്ട്. ആളുകൾ വന്നിട്ടാണ് പേര് മാറ്റിയത്. അത് പല കാലത്ത് പല കാരണങ്ങൾ കൊണ്ടാണ്. ചരിത്രപരമായ കാരണമുണ്ടാവാം, പ്രാദേശികമായ കാരണമുണ്ടാവാം, പല കാരണങ്ങളുണ്ടാവാം. അങ്ങനെ പേര് മാറ്റിയതും ഓരോ പേരിന് സ്ഥലനാമ ചരിത്രങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ ഇത് ഉന്നയിക്കാൻ കാരണം, ഒന്ന്, കേരളത്തിൽ BJP ഒരു കാലത്ത് രക്ഷപ്പെടില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. വടക്കേ ഇന്ത്യയിൽ പോലും BJP ഇപ്പോൾ പുറകോട്ടടിക്കപ്പെടുന്നു എന്നാണ് എന്തൊക്കെ ബോധി മീഡിയക്കാർ പറഞ്ഞാലും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 400-ൽ തുടങ്ങി 270 എത്തുമോ എന്ന് സംശയത്തിൽ നിൽക്കുന്ന അവസ്ഥയിൽ, അവർ തന്നെ സംശയിക്കുന്ന അവസ്ഥയിൽ ഇത്തരം ചില പൊടിക്കൈകൾ ആവശ്യമുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ മുസ്ലിം ലീഗിന്റെ കൊടിയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അത്തരം വാദങ്ങൾ ഉന്നയിക്കുക, ഇത്തരം കാര്യങ്ങൾ. പിന്നെ ഇതിനെ നമ്മൾ വെറും ഭ്രാന്തായിട്ട് മാത്രം കാണണ്ട. BJPയുടെ ഒരു രീതിയാണ്. BJP എന്നല്ല, എല്ലാ താങ്കൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ഇടം എന്ന് പറയുന്നത് ടിപ്പുവിന്റെ നാടാണ്, അല്ലെങ്കിൽ ടിപ്പുവിനെ ആരാധിക്കുന്നവരുടെ നാടാണ്. ഇക്കാര്യം വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉന്നയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആലോചിച്ചുറപ്പിച്ച ഒരു അജണ്ടയാണ് കെ സുരേന്ദ്രന്റേത് എന്നാണോ? അല്ല, അതൊക്കെ അവർ ഉപയോഗിച്ചേക്കാം. അത് എത്രത്തോളം ഏൽക്കുന്നു എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ പറഞ്ഞാൽ മൈസൂർ എങ്ങനെയാ അത് എടുക്കുകയെന്ന് എനിക്കറിയില്ല. കർണാടകയിൽ ഇത് എങ്ങനെയാണ് BJPയെ ബാധിക്കാന്ന് എനിക്കറിയില്ല. വടക്കേ ഇന്ത്യയിൽ ഇപ്പോൾ ടിപ്പു സുൽത്താനെ അത്ര പേരൊന്നും അറിയില്ല. ടിപ്പു സുൽത്താനെ കൂടുതൽ അറിയുന്ന ആളുകൾ തെക്കേ ഇന്ത്യയിലാണ്, കർണാടകയിലാണ്, തമിഴ്നാട്ടിലാണ്, കേരളത്തിലാണ്. കർണാടകയിലെ ജനങ്ങൾ ടിപ്പുവിന്റെ പേരിന് എതിരായിട്ടൊന്നും അങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു അജണ്ട ഇട്ട് നോക്കുകയാണ്. എല്ലാം പോയി കഴിഞ്ഞാൽ ഒരു പിടിവള്ളി വേണ്ടേ? അത്തരം ഒരു പിടിവള്ളി എന്ന അർത്ഥത്തിലാണ് ഇതിനെ കാണുന്നതെന്നാണ് ഞാൻ കാണുന്നത്. അല്ലാതെ പിന്നെ സുരേന്ദ്രൻ ഇപ്പൊ ഇവിടുത്തെ അനിൽ ആന്റണിയുടെ കൈക്കൂലി അടക്കമുള്ള നിരവധി പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട്. പഴയ കുഴൽപ്പണത്തിന്റെ കേസുണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവിടെ നിൽക്കുകയാണ്. ഇതൊക്കെ നിൽക്കുമ്പോഴും അതൊന്നും ചോദ്യം വരാതിരിക്കണമെങ്കിൽ നമുക്ക് ഗണപതി വട്ടമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വട്ടമോ ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇന്ത്യയിൽ തന്നെ എത്രയോ സ്ഥലങ്ങളുടെ പേരുകൾ ഇപ്പോഴും ഇവർക്ക് ഇഷ്ടമില്ലാത്ത പേരുകളുണ്ട്. പക്ഷെ അത് നിവൃത്തിയില്ല. കാരണം അതിന് ചരിത്രപരമായൊരു പശ്ചാത്തലമുണ്ട്. ഇപ്പൊ താജ്മഹൽ നാളെ മാറ്റിയിട്ട് അത് എന്തെങ്കിലും ലക്ഷ്മി മഹൽ എന്തെങ്കിലും ആക്കണോ? അല്ലെങ്കിൽ ഫത്തേപൂർ സിക്രി എന്ന് പറയുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന സ്ഥലങ്ങളിൽ അതിന് നമ്മൾ അക്ബറിന്റെ അല്ല, അത് നമുക്ക് രാജ്മഹൽ എന്നോ വേറെ എന്തെങ്കിലും ആക്കണമെന്നോ? മാറ്റിയ ഒരുപാട് പേരുണ്ടല്ലോ, മാറ്റിയ പേരുകളുണ്ട്. നിലവിൽ അത് ഈ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന പേരുകളുമുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഉത്തർപ്രദേശിലെ തന്നെ അലഹബാദ് മോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷമാണ് പ്രയാഗ്രാജ് എന്ന് പേര് മാറ്റിയത്.
ഫൈസാബാദിന്റെ പേര് അയോധ്യ എന്നാക്കി. പിന്നെ ഈ ഡൽഹിയിലെ ഫിറോസ് ഷാ ഞാനതാ പറഞ്ഞേ, സ്റ്റേഡിയത്തിന്റെ പേര് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എന്നാക്കി മാറ്റി. അങ്ങനെ യു പിയിൽ ഈ മുഗൾ സരായ് ജംഗ്ഷൻ അത് ദീൻ ദയാൽ ഉപാധ്യായ ജംഗ്ഷൻ ആക്കി. അങ്ങനെ കുറെ ഉദാഹരണങ്ങളുണ്ടല്ലോ. ഇപ്പോൾ തന്നെ അതിൽ തന്നെ ഇപ്പോൾ പ്രപ്പോസൽ വന്നിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇതുവരെ തീരുമാനം എടുക്കാത്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൈദരാബാദിന്റെയാണ്, ഭാഗ്യനഗർ എന്നാക്കി മാറ്റുക. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ഉള്ളതാണ്. അപ്പോൾ ഇത് മോദി സർക്കാർ വന്നതിന് ശേഷം ഇത് പുതിയ കാര്യമല്ല. അല്ലല്ല, ഞാൻ പറഞ്ഞ അഞ്ജുഷ, ഞാൻ പറഞ്ഞ അത് തന്നെയാണ്. ജീവിച്ചിരിക്കുന്ന നരേന്ദ്രമോദിയുടെ പേരിൽ സ്റ്റേഡിയമുള്ള രാജ്യമായത്. അതുകൊണ്ട് എന്ത് സംഭവിക്കാം, എനിക്കതിനെപ്പറ്റി അറിയില്ല. ഞാൻ പറയുന്ന പ്രശ്നം അതല്ല. ഇത് ഈ അജണ്ട, യഥാർത്ഥ അജണ്ടകളെ ജനങ്ങളുടെ ജീവിതത്തെ ഹൈദരാബാദിന്റെ പേര് ഭാഗ്യനഗർ എന്നാക്കിയാൽ ഹൈദരാബാദിൽ ജീവിക്കുന്നവനോ അവിടെ പോകുന്നവനോ വല്ല വ്യത്യാസമുണ്ടോ? ഒന്നുമില്ലല്ലോ. കുറെ കാലത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാവും, കുറെ കാലത്തേക്ക് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാവും, നമ്മൾ മറന്നുപോകും. ഇപ്പൊ ബോംബെ ആക്കി, അത് പോയി ദില്ലിയാക്കി, ഡൽഹി ദില്ലിയാക്കി, കൽക്കത്ത കൊൽക്കത്തയാക്കി, മദ്രാസ് ചെന്നൈയാക്കി, ട്രിവാൻഡ്രം തിരുവനന്തപുരമാക്കി, തൃശൂർ തൃശ്ശൂരാക്കി. ഇതൊന്നും ഞാൻ പറയുന്ന ഇതിലൊന്നും ഞാനതിലൊന്നും കാണുന്നില്ല. ഇതൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ അജണ്ടയാക്കുന്നതിലെ തട്ടിപ്പാണ് ഞാൻ പറഞ്ഞത്. കാരണം ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ എന്തെല്ലാമുണ്ട്. ഇപ്പൊ കോഴിക്കോടിന്റെ പേര് കോഴിക്കോടെന്നോ അല്ലെങ്കിൽ നാളെ വേറെ എന്തെങ്കിലും കാലിക്കറ്റെന്നോ വേറെ എന്തായാലും കോഴിക്കോട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട്. വയനാട്ടുകാരുടെ ജീവിതത്തെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളല്ല ചർച്ച ചെയ്യുന്നത്. ആ വിഷയങ്ങളിൽ നിന്ന് ചർച്ച മാറ്റുകയും വർഗീയ അജണ്ടയിലേക്ക് ചർച്ചയെ കൊണ്ടുപോവുകയും ചെയ്യുക എന്ന ദുഷ്ടലാക്കാണ് ഇതിലുള്ളത്.